നല്ല ചൂട് സമയത്താണ് ഞങ്ങൾ ദുബായി പോയത്. ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോ നല്ല ചൂട്. ഒന്ന് തണുപ്പിക്കാനായി പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഓറിയോ ഇരിപ്പുണ്ട്, അപ്പൊ നമുക്ക് ഓറിയോ പുഡിംഗ് തന്നെ ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം, എനിക്ക് അങ്ങനെ മെഷർമെന്റ്സ് ഒന്നും പറഞ്ഞുതരാൻ അറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ നല്ല വൃത്തിക്ക് മെഷർമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ കോൺഫ്ലോർ ഇടാം. ഇവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. എന്താണെന്ന് അവസാനം പറയാം. അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും കുറച്ച് മിൽക്ക് പൗഡറും ആഡ് ആക്കാം. അതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ച് കട്ടയില്ലാണ്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക് ബാക്കി മിൽക്ക് കൂടെ ആഡ് ആക്കി കുക്കാവാൻ വെക്കുക. കുറുകി വരുന്നത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴാണ് എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് മനസ്സിലായത്. കോൺഫ്ലവർ കൂടിപ്പോയി. കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിലായിരുന്നു വേണ്ടത്. അതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ഇട്ടപ്പോ തൃപ്തിയായി, നല്ല തിക്കായി. ഇനിയിപ്പോ ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാൻ വെക്കുമ്പോ ഒന്നും കൂടി തിക്നെസ് കൂടും. പുഡിങ്ങിന്റെ ടെക്സ്ചറിൽ നിന്ന് മാറും, ടേസ്റ്റ് കുറയും, അത്ര തന്നെ. കുറെ പാലും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ചെലവായതല്ലേ, തിന്ന് തീർക്ക് തന്നെ, അല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് തിക്നെസ് കൂടിയെന്നല്ലേ ഉള്ളൂ, വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ചെറുതായി ഒന്ന് പാളിപ്പോയെങ്കിലും അലങ്കാരത്തിന് ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞ് പുഡിങ് ഫ്രിഡ്ജിലേറ്റി. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മൈൻഡൊക്കെ ഉണ്ടട്ടോ. നന്നായി വരാനായി പുഡിങ്ങിനെ അനുഗ്രഹിച്ച് വിട്ടിട്ടൊക്കെ ഉണ്ട്. നന്നായാ മതിയായിരുന്നു. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞപ്പോ എടുത്തു നോക്കി. തിക്നെസ് കൂടിയെന്നല്ലാതെ വേറൊരു കുഴപ്പവും ഞാൻ കഴിച്ചിട്ട് തോന്നിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ. ഐസ്ക്രീം കൂടെ കൂട്ടി കഴിക്കുമ്പോ അരെ വാ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ബൈ.